മക്കളെ, അപ്പോൾ നമ്മളുടെ 5ാമത്തെ പാഠമായിട്ടുള്ള +2 കമ്പ്യൂട്ടർ സയൻസിലെയും അതേപോലെ തന്നെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും 5ാമത്തെ പാഠമായിട്ടുള്ള വെബ് ഡിസൈനിങ് യൂസിങ് HTML ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യില്ല. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ 5ാമത്തെ പാഠത്തിൽ നിന്നാണ് നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് വരാറ്. അപ്പോൾ കൂടുതലായും അവസാനത്തെ സെക്ഷനിലാണ് പ്രോഗ്രാം എഴുതാൻ വരാറ്. അത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റുകൾ ഉണ്ടാക്കാനും ടേബിൾസ് ഉണ്ടാക്കാനുമാണ്. അപ്പോൾ അതിന് ചെറിയ 2 എക്സാമ്പിൾ നമുക്ക് കാണുള്ളൂ. കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് കുറച്ച് തിയറിയും ഇന്ന് ചോദിക്കാറുണ്ട്. ലിങ്കിങ്ങിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് കുറച്ച് തിയറിയും ചോദിക്കാറുണ്ട്. അപ്പോൾ അധികം സമയങ്ങൾ വേണ്ട, നമുക്ക് നോക്കാം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ ഞാൻ പോവുകയാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ്സ് ഇൻ HTML? HTML ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് അല്ലേ? 3 ടൈപ്പ് ലിസ്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി. ഒരു മാർക്ക് കിട്ടി 1 ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, വിച്ച് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് OL ടാഗ്? OL ടാഗിന്റെ ആട്രിബ്യൂട്ട്, 2 ആട്രിബ്യൂട്ടിന്റെ ഏതൊക്കെയാ? OL ടൈപ്പ് അല്ലെ, ടൈപ്പ് ഏത് ടൈപ്പ് ഓർഡേർഡ് ലിസ്റ്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതേമാതിരി തന്നെ സ്റ്റാർട്ടിംഗ് വാല്യൂ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് കൂടെ ആയിരിക്കുന്നുണ്ട് OL ടാഗിനുണ്ട്. അപ്പോൾ OL ടാഗിന്റെ 2 ആട്രിബ്യൂട്ട് ഏതൊക്കെയാ? 1 ടൈപ്പ് ആട്രിബ്യൂട്ട്, 2 സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. അടുത്തത്, റൈറ്റ് ദ നെയിംസ് ഓഫ് ടാഗ്സ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ടാഗ് ഏതാടാ? അത് OL ടാഗ് ആണ്. അതേമാതിരി തന്നെ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ടാഗ് ഏതാണ്? അത് UL ടാഗ് ആണ്. ഇനി ആൾക്കാരെ ലിസ്റ്റ് ചെയ്യാനുള്ള ടാഗ് ഏതാണ്? അത് LI ടാഗ് ആണ് അല്ലെ, നമുക്കറിയാം ലിസ്റ്റ് ഐറ്റം. അടുത്തത്, HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് യൂസിങ് ലിസ്റ്റ് ടാഗ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓർഡേർഡ് ലിസ്റ്റ് ആണ് അല്ലേ? എങ്ങനെ ഉണ്ടാക്കൂടാ? ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ടാഗ് ഏതാ? OL ടാഗ്. ഇനി ലിസ്റ്റ് ചെയ്യാനുള്ള ടാഗ് ഏതാ? LI ടാഗ്. LI കൊടുത്തു അല്ലെ? ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഓർഡേർഡ് ടാഗ് ആണ്, ഓക്കെ. പക്ഷെ ഇതിന്റെ ടൈപ്പ് എന്താ? ടൈപ്പ് സ്മോൾ ലെറ്റർ റോമൻസ് ആണ്. സോ ടൈപ്പ് ഈക്വൽ ടു I. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? LI ടാഗ് വെച്ച് ലിസ്റ്റ് ചെയ്യുക, LI ക്ലോസ് ചെയ്യുക. ഇങ്ങനെ എഴുതി ലാസ്റ്റ് ബയോളജി, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? OL ടാഗ് കൂടെ ക്ലോസ് ചെയ്യുക. അടുത്തത്, വാട്ട് ഈസ് എ ഡെഫിനിഷൻ ലിസ്റ്റ്? വിച്ച് ആർ ദ ടാഗ്സ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്? എന്താണ് ഡെഫിനിഷൻ? ടൈറ്റിലും ഡെഫിനിഷൻ അല്ലെ, ടൈറ്റിലും ഡെഫിനിഷൻ അല്ലെങ്കിൽ ടേമും ഡെഫിനിഷൻ. പിന്നെ ഒരു ടേം കൊടുത്തിട്ട് ഡെഫിനിഷൻ എഴുതി പോകുന്ന ലിസ്റ്റ് ആണ് എന്ത്? ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഏതൊക്കെ ടാഗ് യൂസ് ചെയ്യൂടാ? ഡെഫിനിഷൻ ലിസ്റ്റ് ആണെന്ന് പറയാൻ DD ടാഗ്, ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ടേം സ്പെസിഫൈ ചെയ്യാൻ DT ടാഗ്, അതേമാതിരി തന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് ആണെന്ന് പറയാൻ DL ടാഗ്, ടേം ആണെന്ന് പറയാൻ DT ടാഗ്, ഡെഫിനിഷൻ കൊടുക്കാൻ DT ടാഗ്. അപ്പോൾ 3 ടാഗ്സ് ആണ് എന്ത്? ഡെഫിനിഷൻ ലിസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ഈസ് എ ഹൈപ്പർ ലിങ്ക്? എന്താണ് ഒരു ഹൈപ്പർ ലിങ്ക്? എ ഹൈപ്പർ ലിങ്ക് ഈസ് എ ടെക്സ്റ്റ് ഓർ ഇമേജ് വിച്ച് റീഡയറക്ട് us to another വെബ് പേജ് ഓർ പാർട്ട് ഓഫ് ദി സെയിം വെബ് പേജ്. അതായത് വേറൊരു വെബ് പേജിലേക്കോ അതല്ലെങ്കിൽ സെയിം വെബ് പേജിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മളെ റീഡയറക്ട് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? ഹൈപ്പർ ലിങ്ക് അല്ലെ? ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാടാ? A ടാഗ്, ആട്രിബ്യൂട്ട്, href ആട്രിബ്യൂട്ട് ഇട്ടാ. ഇനി A ടാഗിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? A ടാഗിനെ പറയുന്ന മറ്റൊരു പേരാണ് ആങ്കർ ടാഗ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത്, Sunil developed a personal website in which he has to create an email link. Can you suggest the protocol used to achieve this link? Email link എങ്ങനെ ഇമെയിൽ ലിങ്ക് കൊടുക്കുക? href equal to mail to, അത് കഴിഞ്ഞിട്ട് 2 കോളൻ ഇടാ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? മെയിൽ ID കൊടുക്കുക. അതായത് ഇമെയിൽ കൊടുക്കാൻ വേണ്ടി, ഇമെയിൽ ലിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത പ്രോട്ടോകോൾ ആണ് എന്ത്? മെയിൽ ടു പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു ഇമെയിൽ ലിങ്കിങ്. അടുത്തത്, നെയിം എനി 2 അസോസിയേറ്റഡ് ടാഗ്സ് ഓഫ് ടേബിൾ ടാഗ്. ഒരുപാട് ടാഗ് അറിയാം അല്ലെ നമുക്ക്? ടേബിൾ ടാഗിന്റെ അസോസിയേറ്റഡ് ആയിട്ട് ഏതൊക്കെയാ? TR ടാഗ്, TH ടാഗ്, TD ടാഗ്, ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. അടുത്തത്, എ വെബ് പേജ് ക്യാൻ കണ്ടെയ്ൻ വേരിയസ് ലിങ്ക്സ് ദാറ്റ് ഡയറക്ട് ടു അനദർ വെബ് പേജസ് ഓർ സ്പെസിഫിക് പാർട്സ് ഓഫ് same web page. In HTML, links are created using a tag which specifies the link destination. Which specifies the link destination is എവിടേക്ക് പോകുമെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട് href. അവിടെയാണ് എന്ത്? ലിങ്ക് സ്പെസിഫൈ ചെയ്യുക. റൈറ്റ് എനി 2 ആട്രിബ്യൂട്ട് ഓഫ് TR ടാഗ്. TR ടാഗിന്റെ ഏതെങ്കിലും 2 ആട്രിബ്യൂട്ട് TR. അപ്പൊ എന്തൊക്കെയുണ്ട്? അലൈൻ, ബി അലൈൻ, ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. അടുത്തത്, ചൂസ് ദ ഓഡ് വൺ. ടേബിൾ, TR, TH, കോൾ സ്പാൻ.
കോൾ സ്പാൻ ഇസ് ദ ഓഡ് വൺ. എന്തുകൊണ്ടാ? കോൾ സ്പാൻ ഈസ് എൻ ആട്രിബ്യൂട്ട് ആൻഡ് അതർ എൽസ് ആ ടാഗ്സ്. അടുത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ എം ടി ടാഗ്. ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം, അപ്പൊ അതല്ല. ഫ്രെയിം സെറ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം, അതല്ല. ഫോം ടാഗും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം, അപ്പൊ അതല്ല. ദെൻ ഹു ഈസ് എൻ എം ടി ടാഗ്? ഫ്രെയിം ടാഗ് ഈസ് ദ എം ടി ടാഗ്. ബാക്കി എല്ലാവരും എന്താണ്? കണ്ടെയ്നർ ടാഗ്സ് ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രെയിം ടാഗ് ഇൻ HTML? എന്തിനാ? ഫ്രെയിം സെറ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ ബ്രൗസർ വിൻഡോ. മീൻവൈൽ ഫ്രെയിം ടാഗ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ വെബ് പേജ് ഇൻ ഈച്ച് ഫ്രെയിം. അപ്പോൾ ഓരോ ഫ്രെയിമിലുള്ള വെബ് പേജ് സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത്? ഫ്രെയിം ടാഗ് കേട്ടോ. ഇനി ലിസ്റ്റ് ഔട്ട് എനി 4 values ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് വരും അല്ലെ, റേഡിയോ ബട്ടൺ, പാസ്വേഡ്, സബ്മിറ്റ്, റീസെറ്റ്, ഏതെങ്കിലും 4 വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് റൈറ്റ് എനി 3 attributes ഓഫ് ഇൻപുട്ട് ടാഗ്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ടാഗ് യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് ഡാറ്റ ഇൻ ഫോം കൺട്രോൾ. HTML ഫോമില് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നും അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ, ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞില്ല. ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രൗസർ വിൻഡോ എങ്ങനെ പാർട്ടീഷൻ ചെയ്യാം? ബ്രൗസർ വിൻഡോ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ് അല്ലേ. ഇപ്പൊ ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്, റോസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഭാഗത്തുനിന്ന് പ്രോഗ്രാം ചോദിക്കാറുണ്ട് കേട്ടോ. ഏത്? ഫ്രെയിം സെറ്റ് ടാഗിന്റെ ഭാഗത്തുനിന്ന് പ്രോഗ്രാം ചോദിക്കാറുണ്ട്. ഏറ്റവും താഴത്തെ സെക്ഷനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും താഴത്തെ സെക്ഷനിലാണ് ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ടേബിൾ ചോദിക്കും, അല്ലെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റ്, അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ചോദിക്കും. ഇനി അതിന് മുന്നത്തെ സെക്ഷനിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലിങ്കിങ് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രെയിം സെറ്റ് തിരിക്കാൻ ചോദിക്കും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി പറഞ്ഞു പോണത്. സെയിം ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇത്തിരി പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കും. ഇവിടെ നോക്കിയടാ, പ്രിപ്പയർ HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് നമ്പേർഡ് ലിസ്റ്റ് ഓഫ് ഹൈടെക് എക്യുപ്മെന്റ്സ് ഇൻ യുവർ ക്ലാസ് റൂം. ഓർഡേർഡ് ലിസ്റ്റ് ആണ്, 1 2 3 ആണ്. അപ്പൊ HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി വരെ നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് ഓർഡേർഡ് ലിസ്റ്റ് ആണ് സ്പെസിഫൈ ചെയ്യാൻ. ഓയിൽ ടാഗ് ടൈപ്പ് എന്താണ്? 1 ആണ്. ഡിഫോൾട്ട് ആയിട്ട് ഓർഡേർഡ് ലിസ്റ്റിന്റെ ടൈപ്പ് 1 തന്നെയാണ്. അത് കൊടുത്തില്ലെങ്കിലും ഈ സാധനം ഇല്ലെങ്കിലും ഒരു വിഷയവുമില്ല. അതുകൊണ്ട് LI ടാഗ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഓരോ ആൾക്കാരും ലിസ്റ്റ് ചെയ്തു. LI ടാഗ് വെച്ചിട്ട് ഓരോ ആൾക്കാരും ലിസ്റ്റ് ചെയ്യുന്നു. ലിസ്റ്റ് ചെയ്ത് LI ടാഗ് ഇടുന്നു, പ്രൊജക്ടർ ലിസ്റ്റ് ചെയ്തു, LI ടാഗ് ലാപ്ടോപ്പ്, LI ടാഗ് മൾട്ടിമീഡിയ സ്പീക്കർ, എല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? LI ടാഗ് ക്ലോസ് ചെയ്യുക. ഈ ഓപ്പൺ ചെയ്ത ബോഡി ടാഗും ഓയിൽ ടാഗും ക്ലോസ് ചെയ്യുക. ലാസ്റ്റ് ബോഡി HTML ക്ലോസ് ചെയ്യുക. അത്രയും സിമ്പിൾ ആണ്. ഇങ്ങനത്തെ സിമ്പിൾ ലിസ്റ്റുകളെ ചോദിക്കാറുള്ളൂ. കാരണം ഉണ്ടല്ലോ 5 മാർക്കിൽ തന്നെ വേറെ സബ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വലിയ ലിസ്റ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്കത് 5 മാർക്കിന്റെ ഉള്ളിൽ എഴുതി തീർക്കാൻ പറ്റില്ല. ആ സമയം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റില്ല. ഓരോ ചോദ്യം കവർ ചെയ്യാൻ ഇത്ര സമയമാണ് ഒരു കുട്ടി എടുക്കുക എന്നുള്ള കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് പേപ്പർ ഇടാം. അപ്പോൾ അത്ര വലിയ ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് തരില്ല കേട്ടാ. അപ്പൊ അടുത്തത് ഇതേപോലെ തന്നെ എക്സാമ്പിൾ ആണ്. ഓർഡർ ലിസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ പറയുന്നില്ല, നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അടുത്തത് ദ ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഈസ്. അതേമാതിരി തന്നെ ലിങ്കിങ് 3 ടൈപ്പ് ഉണ്ട് അല്ലെ. ലിങ്കിങ് ഏതൊക്കെയാടാ? ഇന്റേണൽ ലിങ്കിങ് ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ട്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ലിങ്കിങ്ങിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ഇമെയിൽ ലിങ്കിങ്. ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം വെബ് പേജിന്റെ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്റേണൽ ലിങ്കിങ്, ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വെബ് പേജിലേക്ക് പോകണമെങ്കിൽ എക്സ്റ്റേണൽ ലിങ്കിങ്, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ പോവുകയാണെങ്കിൽ ഇമെയിൽ ലിങ്കിങ്. ഇത് 3 എണ്ണം എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇമെയിൽ ലിങ്കിങ് കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്തത് ഈ സെയിം സംഭവം തന്നെയാണ്. കാരണം എല്ലാ വർഷവും റിപ്പീറ്റ് ചോദിച്ചിരിക്കുന്നത് ഓർഡേർഡ് ലിസ്റ്റും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ പിന്നെ സാർ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. ടേബിൾ ഉണ്ട്. ഞാൻ ഈ ഓർഡർ കൊടുത്തപ്പോ ഇപ്പൊ വന്നിട്ടുള്ളത് ലിസ്റ്റുകളാണ്. നോക്കിയേ, ഇതെന്ത് ലിസ്റ്റാ? ഇത് ഓർഡറിലല്ല അല്ലേ, അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഇങ്ങനെ കൊടുക്കും UL ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? LA വെച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക അല്ലെ. ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? UL ക്ലോസ് ചെയ്യുക. ഭയങ്കര എളുപ്പമുള്ള എത്ര ഉള്ളു അല്ലെ. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണ്? ടൈപ്പ് റേഡിയോ ഡിസ്കുകളാണ്. സോ ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് എന്ന് എഴുതി വെക്കണം. അടുത്തത് ഇത് വേറെ പാടൊന്നുമല്ല കേട്ടോ, നോട്ട് കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത് നോക്കിയേ, റൈറ്റ് ദ HTML കോഡ് ഫോർ ദ ഫോളോയിങ്. ഓക്കെ, ഹൈപ്പർ ലിങ്ക് ടു ദ വെബ്സൈറ്റ് www.dhsckerala.gov
gov.in. ആ സൈറ്റിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് എങ്ങനെ കൊടുക്കൂടാ? href equal to ആ ലിങ്ക് കൊടുത്താൽ മതി, ആങ്കർ ടാഗ് യൂസ് ചെയ്താൽ മതി. അതേമാതിരി തന്നെ ഇമെയിൽ ലിങ്ക് ടു dhsexam@gmail.com. ഇമെയിൽ ലിങ്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഏത് പ്രോട്ടോകോളാ? മെയിൽ ടു. അപ്പൊ എങ്ങനെ കൊടുക്കുക? href equal to mail to dhsc@gmail.com. എളുപ്പമല്ലേ? ദാറ്റ് സിമ്പിൾ. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ടേബിൾസും ചോദിക്കാറുണ്ടെന്ന്. അപ്പൊ നമുക്കൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അതിന് മുന്നിട്ടാ ഡിസ്ക്രൈബ് ദ യൂസ് ഓഫ് ആക്ഷൻ ആൻഡ് മെത്തേഡ് ആട്രിബ്യൂട്ട്സ് ഇൻ ഫോം ടാഗ്. ഫോം ടാഗിന്റെ 3 ആട്രിബ്യൂട്ട് ഏതൊക്കെയാ? മെത്തേഡ്, ആക്ഷൻ, നെയിം. നെയിം attribute is used to give name to a form section. Meanwhile method and action എന്ന് വെച്ചാൽ എന്താ? ആക്ഷൻ attribute is used to specify the URL of the form handler. അതായത് ഫോമിൽ നിന്ന് ചെയ്യുന്ന ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്ന ഫോം ഹാൻഡ്ലർ ഉണ്ട്, അയാളുടെ URL സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് എന്ത്? ആക്ഷൻ ആട്രിബ്യൂട്ട്. ഇനി ഫോമിൽ നിന്ന് ഡാറ്റ എങ്ങനെ ഈ സ്ഥലത്തേക്ക് എത്തിക്കും, എങ്ങനെ ഫോം ഹാൻഡ്ലറിലേക്ക് എത്തിക്കും, അതിന് 2 മെത്തേഡ് ഉണ്ട്, ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും. അത് സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് എന്ത്? മെത്തേഡ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ടേബിൾ. കണ്ട 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2019 ഒരു ചോദ്യമാണ്. ടേബിൾ ഉണ്ടാക്കാനായിരുന്നു. ഈ ടേബിൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ ടേബിൾ അല്ല, ഇതിലും വലിയ ടേബിളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ടേബിളിന്റെ എക്സാമ്പിൾ ഇതേ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫുള്ള് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇത് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം പിടിക്കും. അപ്പൊ അതെ ഇതാണ് അതിന്റെ കോഡ്. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേടാ? നമുക്ക് അടുത്തിലേക്ക് പോവാം. ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ്. ഇനി ഞാൻ എത്ര ഇനി താഴേക്ക് പോയാലും കുറേ കോഡുകൾ തന്നെയാണ്. എന്തിന്റെ കോഡ്? ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ്, ടേബിൾ. അതായത് ഈ കോഡ് കാണിച്ച് ഒരു 5 മണിക്കൂർ ക്ലാസ് ഇട്ടേണ്ട ആവശ്യമില്ല. ഒരു കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആട്രിബ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാം ചെയ്യാം. ഇത്രയും കോഡ് കണ്ട, ഇത്രയും കോഡുകൾ ഇതിനകത്ത് വരാൻ കാരണം എന്താ? എല്ലാ വർഷവും ഇതിൽ നിന്ന് ഷുവർ ആയിട്ട് വരുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഓർഡേഡ് ലിസ്റ്റ് ഓർ അൺഓർഡേഡ് ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ചോദിക്കാറില്ല, അല്ലെങ്കിൽ ടേബിൾ. ഇത് 5 മാർക്കിന്റെ സെക്ഷനിൽ ഉറപ്പായിട്ടുണ്ടാവും. അതേമാതിരി തന്നെ 3 മാർക്കിന്റെ സെക്ഷനിൽ ഉണ്ടാവുന്ന മറ്റൊരു ചോദ്യമാണ് ലിങ്കിങ് അഥവാ ഫ്രെയിം സെറ്റ് ടാഗ്. ഈ 4 ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് വരാറ്. ഫോം ടാഗിന്റെ കേസിൽ ഫോം ടാഗ് അതിന് എഴുതാൻ വരാറില്ല, പക്ഷെ വന്നിട്ടുണ്ട്. 2018 ഫോം ടാഗിന്റെ സെക്ഷനിൽ നിന്ന് എന്ത് 5 മാർക്കിന്റെ സെക്ഷനിലേക്ക് ഒരു ചെറിയ ഫോം കൺട്രോൾ ഉണ്ടാക്കാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതും ചെറിയ ഫോം കൺട്രോൾ ആയിരുന്നു. ഫോം ടാഗും വലിയ പ്രശ്നക്കാരുള്ള ആൾക്കാരല്ല അല്ലെ? അപ്പൊ ഈ പാഠത്തിൽ മൊത്തത്തിൽ ആൾക്കാരുണ്ടാ ലിസ്റ്റുകൾ, ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്, ലിങ്കിങ്, ഇന്റേണൽ ലിങ്കിങ്, എക്സ്റ്റേണൽ ലിങ്കിങ്, ഇമെയിൽ ലിങ്കിങ്. ദെൻ അടുത്തെന്താ? ലിങ്ക് കഴിഞ്ഞാൽ ടേബിൾ അല്ലെ? ടേബിൾ ടാഗ് ഉണ്ടാക്കാനുണ്ട്. പിന്നെന്താ? ഫ്രെയിം സെറ്റ് ടാഗ് വെച്ച് ഫ്രെയിംസ് ഡിവൈഡ് ചെയ്യാനുണ്ട്. എൻ്റെ അറ്റ് ലാസ്റ്റ് എന്നുണ്ട് ഫോം ടാഗ് ഉണ്ട്. ഈ 5 ആൾക്കാരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാഠം കഴിഞ്ഞു. കഴിഞ്ഞ പാഠത്തിലും HTML പഠിക്കുന്നുണ്ടല്ലേ കുറച്ച്, പക്ഷേ ആ പാഠത്തിൽ നിന്ന് അല്ലധികം ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ചോദിക്കാറ്, കോഡ് എഴുതാൻ ചോദിക്കുക ഈ പാഠത്തിൽ നിന്ന് കേട്ടോ. നന്നായിട്ട് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ ഓർഡർ ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുക, അൺഓർഡർ ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുക. ഇനി ഓർഡർ ലിസ്റ്റിന്റെ ഉള്ളിൽ അൺഓർഡർ ലിസ്റ്റ് വരുന്ന എക്സാമ്പിൾസ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. ടേബിൾസിന്റെ എക്സാമ്പിൾസും പഠിക്കുക. അപ്പൊ അത്ര ഉള്ള സിമ്പിൾ പാഠമാണ്. നന്നായിട്ട് പഠിച്ച എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.